അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് 2021 ബാലൻ ദിയോർ പുരസ്കാരം ലഭിക്കാനായി PSG അധികൃതർ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ചൂട് പിടിപ്പിക്കുന്നത്. മെസ്സിക്ക് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി സംഘാടകരെ സ്വാധീനിക്കാൻ PSG ശ്രമിച്ചുവെന്നാണ് ഫ്രഞ്ച് മാധ്യമമായ ലെമൻഡോ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നാലെ മറ്റു മാധ്യമങ്ങളും വാർത്ത ഏറ്റുപിടിച്ചു. 2021 ഏഴാമത് ബാലൻ ദിയോർ പുരസ്കാരമായിരുന്നു മെസ്സി സ്വന്തമാക്കിയിരുന്നത്. ബാഴ്സലോണ വിട്ട് മെസ്സി PSG-യിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്ന്. ഫ്രാൻസ് ഫുട്ബോൾ മാസിക മുൻ ചീഫ് എഡിറ്ററും ബാലൻ ദിയോർ സംഘാടകനുമായ പാസ്കൽ ഫെറയെ PSG സ്വാധീനിച്ചുവെന്നാണ് ആരോപണം. മെസ്സിക്ക് ബാലൻ ദിയോർ ലഭിക്കാൻ ഫെറയെ പല നിലക്ക് PSG സഹായിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പുരസ്കാരം നൽകുന്ന ബാലൻ ദിയോർ ഗാലയുടെ ചുമതലയും പാസ്കൽ ഫെറയ്ക്ക് ഉണ്ടായിരുന്നു. ഫെറയ്ക്ക് നിരവധി സമ്മാനങ്ങൾ നൽകിയതായാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. VIP ടിക്കറ്റുകൾ, ടീമിന്റെ ഔദ്യോഗിക സ്പോൺസർമാരായ ഖത്തർ എയർവേസിൽ ബിസിനസ് ക്ലാസ് യാത്ര തുടങ്ങിയ സമ്മാനങ്ങളാണ് PSG ഫെറയ്ക്ക് നൽകിയത്. 2021 നേട്ടം കൈവരിക്കുമ്പോൾ മെസ്സി ബാഴ്സലോണയിൽ നിന്നും ഫ്രഞ്ച് ക്ലബിലെത്തി മാസങ്ങൾ മാത്രമാണ് പൂർത്തിയായിരുന്നത്. അന്ന് മെസ്സിക്കെതിരെ ശക്തമായി മത്സര രംഗത്തുണ്ടായിരുന്നത് റോബർട്ട് ലെവൻഡോസ്കി ആയിരുന്നു. ബയൺ മ്യൂണിച്ചിനായി മിന്നും പ്രകടനം നടത്തിയ പോളണ്ട് താരത്തെ മറികടന്ന് അവസാന നിമിഷം മെസ്സി അവാർഡിലേക്ക് എത്തുകയായിരുന്നു. റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ PSG ക്ലബിനും മെസ്സിയുടെ ബാലൻ ദിയോർ പുരസ്കാരത്തിനുമെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. PSG-യുടെ മുൻ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ജീൻ മാർഷൽ റൈപ്സിനെതിരെയാണ് അന്വേഷണം. 2021 പുരസ്കാര നേട്ടത്തോടെ ബാലൻ ദിയോർ ലഭിക്കുന്ന ആദ്യ PSG താരമായി മെസ്സി മാറിയിരുന്നു. എന്നാൽ റിപ്പോർട്ടുകൾ തള്ളി ഫെറെ തന്നെ രംഗത്തെത്തി. ആ വർഷം മെസ്സിക്കല്ല ലെവൻഡോവ്സ്കിക്കാണ് താൻ വോട്ട് ചെയ്തതെന്നാണ് ഫെറെ പറയുന്നത്. കഴിഞ്ഞ വർഷം 8ാം ബാലൻ ദിയോർ സ്വന്തമാക്കിയ മെസ്സി തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ ഈ പുരസ്കാര നേട്ടത്തിലെത്തിയ ഫുട്ബോളറും. PSG വിട്ട താരം നിലവിൽ ക്ലബ്ബ് ഫുട്ബോളിൽ ഇന്റർ മയാമിക്കായാണ് കളിക്കുന്നത്. 5 തവണ നേട്ടം കൈവരിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് രണ്ടാമത്.